അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ലൈക്ക എന്നുള്ള പ്രൊഡക്ഷൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ അവർ സംയുക്തമായി നിർമ്മിച്ച ചിത്രമായിരുന്നു എമ്പുരാൻ. എന്നാൽ പെട്ടെന്ന് അതിന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയും എമ്പുരാൻ്റെ റിലീസ് താമസിച്ചു പോകും. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഈ ചിത്രം, വിവിധ ഭാഷകളിലിറങ്ങുന്ന ഈ ചിത്രം തടസ്സപ്പെട്ടു പോകുമോ എന്ന് ഭയക്കുന്ന സമയത്താണ് ഗോകുലം ഗോപാലേട്ടനോട് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ വ്യക്തിപരമായി ഇതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ഇടപെടണം എന്ന് പറയുകയും എമ്പുരാന്റെ രക്ഷകനായി ഗോകുലം ഗോപാലേട്ടൻ ഇറങ്ങുന്നതും അവസാനം 26-ാം തീയതി എമ്പുരാൻ തിയേറ്ററിലെത്തുകയാണ്. ബാക്കി വിശേഷങ്ങൾ ദീപക് തർമ്മണം നമുക്കൊപ്പം ചേർന്ന് 27-ാം തീയതിയാണ് എമ്പുരാൻ തിയേറ്ററിലെത്തുക. ഈ 27-ാം തീയതി ചിത്രമിറങ്ങുമ്പോൾ ഗോകുലം ഗോപാലേട്ടൻ അഭിമാനിക്കാം, സാങ്കേതികതകളുള്ളൊരു ചിത്രം തിയേറ്ററിൽ തടസ്സപ്പെട്ട് പോകാതിരിക്കാൻ അദ്ദേഹത്തിന് സംഭാവന നൽകാൻ കഴിഞ്ഞു. ഓവർ ടു ദീപക് തർമ്മണം. ആദ്യം ഗോപാലേട്ടൻ ഇതിനെക്കുറിച്ച് പറയുന്ന 2 ലൈൻ നമുക്ക് കേൾക്കാം, അത് കഴിഞ്ഞ് ദീപക് തർമ്മണത്തിലേക്ക്. രക്ഷകൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതിന് ഒരു നിമിത്തമായിട്ട് ഞാൻ കാണുകയാണ്. അത് ഇങ്ങനെയുള്ളൊരു ഏറ്റവും നല്ല ഒരു മലയാള ചിത്രം, അത് ഇന്ത്യ മുഴുവനും വാഴ്ത്തുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദഗ്ധന ചെയ്ത ഒരാൾ, അതേസമയത്ത് നല്ല ആക്ടേഴ്സ്, ഒത്തിരി നല്ല പണം ചെലവഴിച്ച 180 crores ചെലവഴിച്ച ഒരു പടം ഇങ്ങനെ ഏതോ ചെറിയ കാരണം കൊണ്ട് നിന്നു പോവുക എന്നത് ഒരു മലയാള സിനിമയ്ക്ക് വല്ലാതെ അതിൻ്റെ പ്രശസ്തിക്ക് ആഘാതം വെക്കും. അതിൻ്റെ പേരിൽ അത് ഒരു സിനിമ പ്രേമി എന്ന രീതിയിൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അത് എത്ര വിഷമത്തോടാണെന്ന് തറക്കേടില്ല, അത് ഞാൻ ഏറ്റുകൂടാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഏറ്റെടുത്തത്. അതായത് മോഹൻലാൽ വളർന്നു വരുമ്പോൾ തന്നെ ഞാൻ പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വളർച്ചയിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഒരു നിരീക്ഷകനാണ്. അപ്പം മാത്രം അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തിനെ കാണുമ്പോഴൊക്കെ ഒരു സഹോദര മനോഭാവത്തിലുള്ള പെരുമാറ്റം കണ്ട്, മാത്രമല്ല സിനിമാ ലോകത്തിൽ ഇന്ന് ആർക്കും ചെയ്യാൻ പറ്റാത്ത ചില പ്രകടനങ്ങളും അഭിനയങ്ങളും കാഴ്ചവെച്ച് ഇന്ന് ജനങ്ങളെ മനസ്സിലൊക്കെ കുടിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉടമയാണ് മോഹൻലാൽ. അദ്ദേഹത്തെ പോലത്തെ ഒരാൾ അങ്ങനെ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോലത്തെ ഇങ്ങനെ നമ്മളെയും ഭയവും ഭക്തിൻ്റെ കാര്യം എന്താണ്. പ്രിയപ്പെട്ടവരെ, ഈ ഹെലിക്കാമിൽ കാണുന്ന ദൃശ്യം പോലെ, വേമ്പനാട്ട് കായൽ പരപ്പ് പോലെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ് എമ്പുരാൻ. ആ ചിത്രം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ആന്റണി പെരുമ്പാവൂറും അതുപോലെ ഗോകുലം ഗോപാലേട്ടനും പിന്നെ ലൈക്ക പ്രൊഡക്ഷൻസും സംയുക്തമായി അണിയിച്ചൊരുക്കുന്ന ഈ ചിത്രം, ഒരുപക്ഷെ ഗോകുലം ഗോപാലേട്ടൻ ഇറങ്ങുന്നതോടെയാണ് ഈ ചിത്രം 27-ാം തീയതി തിയേറ്ററിലെത്തും എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്. എത്രയോ നല്ല സിനിമകൾ പ്രതിസന്ധിയിൽ ഉണ്ടാകുമ്പോഴൊക്കെ ഇതുപോലെ ഗോകുലം ഗോപാലേട്ടൻ്റെ സഹായങ്ങളും ധാർമ്മിക പിന്തുണയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദീപക് തർമ്മടം, യഥാർത്ഥത്തിൽ എമ്പുരാന്റെ രക്ഷകനായി ഗോകുലം ഗോപാലേട്ടൻ എത്തി എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എമ്പുരാൻ പ്രതിസന്ധിയിൽ പെടുമ്പോൾ ആ പ്രതിസന്ധിക്കിടയിൽ ഒരു രക്ഷാകരമായാണ് ഗോകുലം ഗോപാലൻ എത്തിയത് എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ഇതിൻ്റെ എമ്പുരാൻ ഡീലിൻ്റെ രഹസ്യങ്ങളെല്ലാം ഉള്ളു തുറന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ വൈകിട്ട് 5:30 കൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം കൃത്യമായി അദ്ദേഹം പറയുന്നു, മോഹൻലാലിനോടുള്ള സ്നേഹം അത് വളരെ പഴയ സ്നേഹമാണ്. 4 പതിറ്റാണ്ട് മുൻപുള്ള സ്നേഹബന്ധം. ആ സ്നേഹബന്ധമാണ് ഇത്രയും വലിയൊരു ബാധ്യത. ഒരുപക്ഷെ എനിക്ക് ആദ്യം ഭയമായിരുന്നു ഇത് ഏറ്റെടുക്കാൻ, പക്ഷേ എന്നാൽ മോഹൻലാലിനെ വിശ്വസിക്കുന്നു, ആന്റണി പെരുമ്പാവൂരിനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ്. കാരണം ഇത് നിന്നുപോയാൽ, ഇത് പ്രതിസന്ധിയിൽ ആയിപ്പോയാൽ അത് മലയാള സിനിമയ്ക്ക് തന്നെ ഒരു വലിയ ആഘാതമാകും. ആ ആഘാതത്തിന് ഒരു ആഘാതം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു രക്ഷയ്ക്കായി അദ്ദേഹം പറയുന്നത് ഞാനൊരു നിമിത്തമായി എന്നാണ്. വിനയത്തോടു കൂടി പറയുകയാണ്. ഞാൻ ചോദിച്ച ചോദ്യം, അങ്ങ് എമ്പുരാന്റെ രക്ഷകൻ എന്നാണെന്നല്ലോ ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത്, ഫാൻസ് പറയുന്നത് എന്നുള്ളതാണ്. രക്ഷകൻ എന്നൊന്നും ഞാൻ പറയില്ല, ഒരു നിമിത്തമായി എന്നുള്ളതാണ്. SKN ഇതിൽ വളരെ കൃത്യമായി അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, വളരെ ചെറുപ്പത്തിൽ ഡിഗ്രി പാസ്സായി ചെന്നൈയിലേക്ക് സിനിമാ മോഹവുമായി പോയി ഇന്ന് ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ ഒരു സിനിമാ നിർമ്മാതാവായി മാറി, വ്യവസായിയായി മാറി. ആ യാത്രയെക്കുറിച്ച് ഈ എമ്പുരാൻ എമ്പുരാൻ ഏറ്റെടുത്ത് എമ്പുരാൻ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ആ വേളയിൽ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് SKN.